വ്യാപാരി എന്ത് വ്യവസായി രാത്രി വരെ വരുന്ന കൂട്ടോ നോക്കുന്നേനും ഇന്നലെ ഒരിക്കൽ തിന്നിട്ടില്ല. വലിയ ഗുണം പേരട്ടെ വലിയ ഗുണം പേരട്ടെ കേൾക്കുന്നില്ലാന്ന് വലിയ ഗുണം പേരട്ടാൻ ചെക്കനോ ഓൻ വരും കുറച്ച് കഴിയൂ. പിന്നെ ഒത്തിരി ബെത്തിലേരുവാ ഇതാ ഗുണം പേരട്ടോ വന്നിട്ടില്ല ഒച്ചിനടക്കമാണല്ലോ. ഒപ്പരം പറഞ്ഞാ പോരെ ഒപ്പരം പറഞ്ഞാ പോരാനോ കേടി കേൾപ്പില്ല. ഒച്ചിന് പുകയിലെ തന്റെ ഇടിക്കണ്ടാലോ ആര് കേടി കേൾക്കില്ല അക്കളെ. പണമ്പൻ പോയി തന്നെ അതിനെ കാര്യം ലവും കേടാ ഭയങ്കര കടത്തിയാണ്ടല്ലേ. വേറെ ഒരു കാര്യം എന്റെ അമ്മയാണ് 10 ശരി കടന്നേരുമല്ലേ പൈസ കല്ലേനാണ് കേട്ടാ. ഞാൻ തരുവാ. ഇന്ത്യ അമേരിക്ക കൊടുക്കില്ലാണ്ടാ. അല്ല അങ്ങനെയല്ല, നമ്മൾ അങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനോട്ടാ ചൂല് കൊണ്ട് അടിച്ചേ. ചൂല് കൊണ്ട് പൈസ കല്ലേനാണ് കേട്ടാ. ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു വന്നേ. കാലുകൊണ്ട് കളിക്കല്ല, എന്തോ രോഗം വരുവേ, വല്ലാത്ത ഛർദിയാലോ, വെണ്ടൊക്കെ ഉരുളി നോക്കും. എന്റെ അമ്മേ, എന്തോ ഒരു സാധനം കഴിച്ചേ. അല്ല കൊലയിലെടുത്ത് തൂക്കി നാനോട്ടാ. ഇതെന്താ അത് തന്നെ പറയുന്നത്? അല്ല കയറുമ്പോ കൊല നിൽക്കുവോ? വല്ലാണ്ട് പഴുത്ത് വയ്ക്കണം, അടിച്ചു വിറ്റാളി. അല്ലാതെ നാനോട്ടാ അപ്പയിലെടുത്ത് മുമ്പോട്ട് ആളുകൾ കാണട്ടെ. ഒരു കച്ചവടം വെച്ചിട്ടാ ആവട്ടെ. അതിനെ കപ്പയിലിട്ട് മുമ്പോട്ട് വരട്ടെ, ഒരു കച്ചവടം കിട്ടട്ടെ. ഇങ്ങോട്ടേക്ക് ഞാനൊരു 20 തരുവാനുണ്ട് നിങ്ങൾക്ക്. നല്ല ഓർമ്മ ഉണ്ട് സത്യമായിട്ട്. മയക്കണ്ട ഞാൻ തരും. എന്താ അറിയോ, ഒരു പണിയുമില്ലാണ്ടാ. എന്നോട് എല്ലാവരും പറഞ്ഞു വയനാട്ടിൽ പോയാൽ നിങ്ങൾക്ക് ഒരു തൊഴിൽ കിട്ടും, ഒരേലും ആളില്ലേ നാനോട്ടാ. അങ്ങനെ എന്റെ താനോട്ടാ ഞാൻ വയനാട്ടിൽ പോകാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് 20 രൂപയുള്ള ചെറിയ പൈസ ആടി കൂടിയാലും കൊടുക്കാനുണ്ട്. എല്ലാം കടം വീട്ടിൽ കളി, കടം തീർന്നാൽ തന്നെ ധനായില്ലേ. അന്താര്യത്തിലാണ് ഞാൻ വയനാട്ടിലേക്ക് പോകുന്നത്. നാനോട്ടാ ഞാൻ എല്ലാം തുറന്ന് പറയുന്ന കൂട്ടത്തിലാണ്. ഞാൻ കുറ്റിയാടി ബീവറേജിന്റെ കൺസ്യൂമർ ഫെഡിന്റെ ഒരു സ്ഥാപനമുണ്ട്. ഒരു വെളിച്ചെണ്ണ, ഒരു 200 വെളിച്ചെണ്ണ അത്രയില്ല, 150 ഒരു ക്വാർട്ടർ വാങ്ങി ഞാൻ. പോലീസുകാർ തമ്മേക്കുന്നില്ല, നിരന്തരം പായുന്ന കുക്കാൻ തമ്മേക്കുന്നിട്ട് കുടിക്കാൻ തമ്മേക്കുന്നില്ല. അങ്ങനെ ഞാൻ ഒരിടെ പോയിട്ട് സാധനം വെള്ളമൊന്നുമില്ല, എങ്ങനെയോ താത്തി നാനോട്ടാ കുറ്റിയാടി സ്റ്റാൻഡിൽ വന്ന് തൊട്ടിൽ പാലത്തേക്ക് ബസ് കയറി. തൊട്ടിൽ പാലത്തിൽ നിന്ന് KSRTC ഉണ്ട് വയനാട്ടിലേക്ക്. എന്റെ നാനോട്ട ഒരു 10:30 മണിയായാലും ഞാൻ ഒരാളോട് ചോദിച്ചു, അല്ല സുഹൃത്തെ മാനന്തവാടിക്ക് ബസ്സില്ലെന്ന്. KSRTC ഇല്ല. വിശ്വസിച്ചൂടാ. എന്റെ സിഗരറ്റും തീപ്പൊട്ടിയും ഇതെല്ലാം ഉണ്ട്, മേത്തിരിയലുണ്ട്. എന്റെ നാനോട്ടാ നമ്മൾ പണ്ടെല്ലാം വയനാട്ട് ബസ്സിലാ പോയി, നടന്നു പോയിട്ടില്ലേ, പരിചയമില്ലേ നമുക്ക്. നാനോട്ടാ നടക്കുവാൻ തീരുമാനിച്ചേ. റോഡുമ്മ കൂടിയല്ലേ, കാട് പ്രദേശം, ഊടുവഴി, അങ്ങനെ നടക്കുന്നത്. രാത്രി ഒരു 11-11:30 മണിയായിട്ടുണ്ടാവും. കൊടും വനാന്തരം. നിങ്ങളിങ്ങനെ ബേജാറാകുന്നത്? ഞാനിങ്ങനെ നടന്നു പോന്ന കൊടും വനാന്തരത്തിൽ കൂടി നാനോട്ടാ കുറേ ഒരു അപ്പുറത്തീരം കൊടുങ്കാടാനേ. ഇല്ല ഒരു വിളി. എന്തിനാ ബേജാറാകുന്നത്? അപ്പൊ ഞാനവിടെ നിന്ന് നാനോട്ടാ ഒന്നുമില്ലല്ലോ, ഒരു വിളി മാത്രല്ലേ, കാടല്ലേ, അതുകൊണ്ട് ആരും കാണുന്നില്ല നോട്ടാ. എന്നാ എനിക്ക് തോന്നി പക്ഷികളോ അല്ല കാട്ടിൽ നിന്ന് കാറ്റടിച്ചിട്ടുള്ള ശബ്ദമോ. അപ്പൊ വീണ്ടും ഞാൻ നടക്കുന്ന നാട്ടാ ഇങ്ങനെ നടന്നുകൊടുക്കും. ഒരു മൂളിപ്പാട്ട് ഞാൻ ഇങ്ങനെ പാടുന്നുണ്ട് വെറുതെ തന്നെ. ഇങ്ങനെ പാടി നടക്കുമ്പോ പിന്നെ ഈ ഒരു വിളി, നിക്ക് സുഹൃത്തേന്ന്. എന്തിന് സുഹൃത്തെ നല്ലേ വിളിക്കുന്നത്? കാട്ടുന്ന സുഹൃത്തെ എന്നെ പോലെ കഴിഞ്ഞതാച്ചാലോ. അല്ല എന്തോട്ടൊരു ബസ്സിലേക്ക് കഴിഞ്ഞു അല്ല നാനോട്ടാ, എന്തോട്ടൊരു നടന്നിട്ട് കാട്ട് കഴിഞ്ഞതാച്ചാലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആരാ സുഹൃത്തേന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് ഒന്നുമില്ലല്ലോ, ആരും കാണുന്നില്ല. അപ്പോൾ ഒരു എന്റെ നാനോട്ടാ ഒരു കറുത്ത് ആചാന ബാഹുവായ ഒരാൾ വന്ന് മേലോട്ടാകെ എണ്ണ വിരട്ടിയിട്ടുണ്ട്. ഇരുന്നിട്ടില്ല. തീപ്പട്ടുണ്ടോ സുഹൃത്തേന്ന് ചോദിച്ചു എന്നോട് ചോദിക്കുന്ന.
ആ നിന്ന് തീപ്പെട്ടി ഉണ്ടോ സുഹൃത്തെ മേത്തിരി ഇങ്ങനെ കത്തുന്നുണ്ട്. ഇവിടെ ഞാൻ ഇവിടെ തീപ്പെട്ടി ഇല്ല കുക്കത്തുനിന്ന് തീപ്പെട്ടി എടുത്തോണ്ട് എന്റെ നാനോട്ടാ ഇങ്ങോട്ടേക്ക് നിങ്ങൾ ഈ തീപ്പെട്ടി നീ കക്ഷി എന്താ ചെയ്യുന്ന അറിയോ? ഒരു 10-15 കൊള്ളി എടുത്ത് കത്തിക്കുന്ന നല്ല വെളിച്ചം അങ്ങനെ കത്തുന്ന എന്റെ നാനോട്ടായും വെളിച്ചത്ത് ഞാൻ കാണുന്ന ഒരു 10-20 ആളുണ്ട്. സൈക്കിൾ ചെയിന്, വെട്ട് കത്തി, വടിവാള്, മുളവടി, ഇതെല്ലാം കൊല്ലണ്ട പരിപാടിയല്ലേ. എന്റെ കുട്ടിച്ചാത്താന്നൊരു വിളി ഞാൻ വിളിച്ചിക്ക് അന്ന് വിളിച്ചു പോയതാ. വോട്ടർ തടഞ്ഞു ചോദിക്കേ തടഞ്ഞു ചോദിക്കും. പിന്നെ അടിയാ നാനോട്ടാ 5-ാം തീയതിയാ വെട്ടുന്നുണ്ട് കൊള്ളുന്നുണ്ട് തടയുന്നുണ്ട്. എനിക്കല്ലേ അറിയാലോ. എല്ലാരെയും തള്ളിയിട്ട് കഴിഞ്ഞ് നാനോട്ടാ ഞാൻ ഓടുന്ന ഇവര് പിന്നെയും വന്നിട്ടാലോ. ഒന്നും തച്ചു വയ്ക്കില്ല, വെളിച്ചൊന്നുമില്ല എന്റെ എല്ലാം തീർച്ച വയ്ക്കും. ഈ ഓടുന്ന ഓട്ടത്തിൽ എന്നൊക്കെ തോന്നി നാനോട്ടാ എന്റെ കാല് നനയുന്നുണ്ട്. ഒന്നും തിരിച്ചിട്ടില്ല, ഒരു വെളിച്ചം ഇല്ലല്ലോ. എന്നെ നാനോട്ടാ എന്റെ ഈ ഇടത്തേക്കാല് 2 കൈ കൊണ്ട് ഞാനൊരു പാറക്കല്ല് മുരാട് എടുത്ത് വെച്ച് ഒരു മിന്നലിന്റെ വെളിച്ചയും വന്ന് വെളിച്ചത്ത് നാനോട്ടാ ഞാൻ കാണുന്നത് എന്റെ കാല് അറുവാനായിപ്പോ ഒരു നരമ്പിന്റെ മുകളിലെ കാല് നിൽക്കുന്നത് ഓരല്ലേ മറിയുന്നത്. എന്റെ നാനോട്ടാ എന്തെല്ലോ ചപ്പ് ഞാൻ ഇങ്ങനെ പറച്ച് ഇങ്ങനെ കാലുമല വരക്കുന്നുണ്ട്. മുറി ചോര വലിക്കുന്നല്ലേ, ചോര നിൽക്കാൻ വേണ്ടിയിട്ട് നാനോട്ടാ ഇങ്ങോട്ടേക്ക് പറഞ്ഞാൽ അന്നേരം തിരിഞ്ഞിക്കില്ലല്ലോ. എന്റെ നാനോട്ടാ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കല്ല. 10 സെക്കൻഡ് കൊണ്ട് മുറി അപ്പാട് കൂടിപ്പോയി അയച്ചാ ചപ്പ തിരിഞ്ഞിക്കില്ല. ഞാൻ കാറ്റെന്ന് പറഞ്ഞല്ലേ അല്ല ചപ്പ് കുറച്ച് പറച്ചിട്ട് ഇങ്ങനെ നിർമ്മിച്ചിന്റെ ഭാഗത്തോടെ ഇത് കുറിച്യന്മാരെല്ലാം ചികിത്സയല്ലേ, ഒറ്റമൂലിയല്ലേ, ആയുർവേദം നല്ല മരുന്നാണ് കേട്ടാ. ഞാൻ എന്താ വന്നറിയാം, എനിക്കൊരു 300 ഉറുപ്പ്യ വേണ്ടി ഒരു കുറിയുണ്ട്. അതെല്ലാം വേണ്ട. ഞാൻ തിങ്കളാഴ്ച സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. ഞാൻ തിങ്കളാഴ്ച പൈസ തരും. അങ്ങനെയല്ല, ഞാൻ അത്ര ഉറപ്പ് പറയുന്ന തിങ്കളാഴ്ച കിട്ടുവാനുണ്ട്. 320 ഞാൻ തിങ്കളാഴ്ച തരും. ഇല്ല 320 തിങ്കളാഴ്ച. പിന്നെ ഒരേ 500 രൂപ കൊണ്ട് 500 എനിക്ക് തരുവാനാവല്ലേ? 300 എമൗണ്ട് അതിന് 300 രൂപയ്ക്ക് തരുവാൻ വേണ്ടി പറ. അന്നേരം നിങ്ങളെ എഴുത്ത് വേണം കേട്ടോ. വേണ്ട അല്ല ഫോൺ ചെയ്താട്ടം പറയണം. ഒന്നും വേണ്ട. ഞാൻ അങ്ങനെ ചോദിക്കുന്നല്ലേ. ഞാൻ നിങ്ങളെ പുരക്കെത്തുന്നതിന് ബംഗളാരോട് ചെല്ലിയൂടെ കൊടുക്കണ്ടെന്ന് അല്ല നമ്മൾ തുറന്ന് ചോദിക്കണം. അതാണ് നല്ല ഞാൻ പറയുന്ന. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഞാൻ എന്നാ ചെയ്യണ്ടേ? ഭരണിക്ക് ഒരു ചവിട്ടി കൊടുത്താലേ എന്താ ചെയ്യണ്ടേ? അങ്ങനെയല്ല, എന്താ ചെയ്യണ്ടേ? വെള്ളം ഒട്ടാകണോ? വേണ്ട. എന്നാ പിന്നെ ഞാൻ പോട്ടെ. മറക്കുമല്ലോ. ഞാൻ പോട്ടെ. ഞാൻ പോട്ടെ. മറക്കുമല്ലോ. 20 പോയാക്കല്ലേ 300 അല്ല 20 പോലെ ആക്കാൻ വിറ്റുമല്ല പോട്ടെ. വയനാട്ടിലേക്ക് ബസ് പോയോ? ഇത് ബസ് സ്റ്റാൻഡല്ലേ? ഇത് പീടിയ അല്ല ബസ് പോയോന്ന് ചോദിച്ചതാണ്. നിങ്ങളെന്താ ദേഷ്യത്തിൽ പറയുന്നത്? അല്ല ഞാൻ വയനാട്ടുകാരനാണ്, അതുകൊണ്ട് പറഞ്ഞ വയനാട്ടിലെ ബസ് പോയോ? ഇല്ല. അല്ല എന്ത് മതാ അത്? കദലി. എന്താ വില കിലോന്? 30 കിലോ. 30 രൂപ. ഭഗവാനെ, എന്റെ നാട്ടിൽ 15 രൂപയുള്ളൂ. നിങ്ങൾ എവിടെയാണു? ഞാൻ വയനാട് കൽപ്പറ്റ. ഈ പഴയതാ തൂക്കൽ പൂവ് അങ്ങനെ പറയണ്ടല്ലേ? എന്റെ പൂവിന് തൂക്കലാണ്. ഓ ഇതിനെന്താ കിലോ വില? അതിന് 40 കിലോ. 40? ശിവ എന്റെ നാട്ടിൽ വെറും 20 രൂപയുള്ളൂ. അത് ഇനിയപ്പോ ഇങ്ങോട്ട് വരുന്നുണ്ടാ? ആ വരും. എന്നാ ബസ്സിൽ നമ്മൾ കുറെ കൊല്ലം കാട്ടിയപ്പോ. ഇതെന്താണ്? കപ്പ ചെറുപ്പം ഭയങ്കര വായിക്കൊണ്ടാവില്ലേ? ഇത് എങ്ങനെയാ കപ്പ പിഴുതെടുക്കുക? അല്ല, ഒരു ആനയെ കൊണ്ട് പൊരിപ്പിക്കാം. ഒരു ആനയുണ്ട് പൊരിക്ക്, മരക്കാനാണ് പേര്. ഓഹോ. അല്ല ഇതെന്താ ഭരണിയില്? കടുവ ഇത്ര ചെറുതോ? ആ വലുപ്പം. ഇതിനും കുറച്ചുകൂടി വലുപ്പം ഉണ്ടാവും. അപ്പോ വലിക്കാൻ എന്താ ഉള്ളത്? സിഗരറ്റ് എന്തെങ്കിലും? സിഗരറ്റ് അതായത് ബിൽസ് ഫിൽറ്റർ ഇല്ല, അങ്ങനത്തെ ഒന്ന് കൊണ്ടാക്കേ. ഇല്ല, അങ്ങനത്തെ ഒന്ന് കൊണ്ടാക്കേ. മാക്യൂമിൻ ഇല്ല, ഒന്നുമില്ല. പറഞ്ഞൊന്നുമില്ല, കൊണ്ടാക്കല്ല. ഇതൊരു നാടൻ വീടിയല്ലേ? ആയിക്കോട്ടെ. ദിനേശ് പിടിയുണ്ടോ? ഇല്ല, ഇംഗ്ലീഷ് പിടിയില്ല. വീഡിയോ ഇല്ലേ? വീടിയില്ല. നല്ലൊരു നേരാ ദേശ് പിടി തീപ്പെട്ടില്ല. അല്ല, എന്നോട് പറഞ്ഞു 150 തിയേറ്ററിൽ വില ചോദിക്കണ്ട. നിങ്ങൾ വയനാട്ടിലൊക്കെ വരാറുണ്ടോ? ഞാൻ വരുമ്പോ എന്നൊന്ന് അന്വേഷിച്ചാൽ മതി. ഞാൻ ആരാന്നുള്ളത് മനസ്സിലായില്ലേ?
ആ അപ്പൊ ഞാൻ പോട്ടെ. അപ്പൊ വയനാട്ടിലെ കിട്ടില്ല. പത്തിട്ടില്ല. ഒരു കാര്യം ചെയ്യും, എനിക്ക് പോകണം. ആ ബാക്കി എന്നാ ഏത്? ഞാനിപ്പോ 100 രൂപ നിലപ്പോ വീഡിയോ കിട്ടുമ്പോൾ പൈസ എങ്ങനെ തന്നിട്ടില്ല? ഇതെന്ത് എടോ, ഞാൻ 100 രൂപ തന്നോ. പൈസ ഉണ്ടോ? രക്ഷ കിട്ടാൻ പൈസ എങ്ങനെ? ഞാൻ 100 രൂപ തന്നോ. കൊറേലാ ആ അല്ല, ഇതെന്താ ഞാൻ 100 ഇങ്ങോട്ട് ഒരു രൂപ കള്ളൻ കാര്യം വന്നിക്കടാ. തോന്നിയാന്ന് പറഞ്ഞാൽ കള്ളനോ? ആ സുഹൃത്തെ 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 ഒരു കള്ളൻ. ഈ 100 രൂപ ബാക്കിയാ സുഹൃത്തെ. അല്ല, ഞാൻ വയനാട്ടുകാരനാണ്, കൽപ്പറ്റയാണ്. എന്റെ പേര് ശശിധരൻ. എന്റെ പേര് ഗോവിന്ദൻ. എനിക്കവിടെ വർക്ക്ഷോപ്പ് മറ്റേ പല പരിപാടിയാണ്. അല്ല, ഏതായാലും കണ്ടത് നന്നായി. ഞാൻ പല സാധനത്തിനും വില ചോദിച്ചു. ടിക്കറ്റ് ഒന്നുമില്ല ഇവിടെ. ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോയാണ്. 100 രൂപയും കൊടുത്തു. നമ്മുടെ നാട്ടിന്റെ ഒരു അന്തസ്സിന്റെ ശശിന്റെ കാലാണ് പത്താണ്ട് പൈസ ഞാൻ മുഖം നോക്കുന്നതാണ്. ഒരു മാന്യം തൊട്ടില്ലേ കുറെ കൂട്ടിക്ക് വേറെ തക്കാളങ്ങോട്ട് ഓ ഇവൻ അങ്ങനെ പറയുകയാണെങ്കിൽ 1000 500 നോട്ട് ഞാൻ തരാം. അല്ല, ഞാൻ ബാക്കിയൊന്നും വേണ്ട. എന്തെന്നാണ്ടായത്? അല്ല, 100 രൂപ കൊടുത്തു ഞാനിവിടെ ഇല്ലേ? അല്ല, അതല്ല, അതാണ് ചേച്ചി. എപ്പോഴെങ്കിലും വയനാട്ടിലോട്ട് വരുമ്പോ കൽപ്പറ്റ ഗോവിന്ദൻ ഗോവിന്ദൻ കള്ളനാ. തോന്നിയൊന്നും പറയാം. പൈസ രണ്ട് പറയല്ലേ. ഛർദിന്റെ മഴ വെച്ചിട്ടുണ്ടേ, ചൂടുപോലെ. കാലാണ് സത്യം. അയാൾ പൈസ എനിക്ക് വേണം 1000 രൂപ. ഞാൻ മതി. നിങ്ങൾക്കൊരു സൂട്ടിന് കണ്ടുമുട്ടിയിട്ട് തരണം. ഞാൻ അങ്ങോട്ട് വരാം. നാട്ടാ പൈസ കേട്ടോ. ഞാൻ വരും. അയാൾ പറയും ഈ ഫോണും ഈ ബാഗും അയാൾ പറയില്ലേ. നിങ്ങൾ കൽപ്പറ്റ വരും. വരണം. വിരാത്തി വെച്ച് 100 പോയി, വേഗം പോയി, ഫോണും പോയി. നിങ്ങൾ തരും. ഇങ്ങോട്ടാ എനിക്ക് തൃപ്തിയായില്ലേ? നിങ്ങൾ പറയണ്ടേ? കൊത്തിപ്പൂച്ചോട്ടില്ല പാടില്ല. നിങ്ങൾ പറയണ്ടേ? ഞാൻ എന്താ എനിക്കല്ല പൈസ. ഏത് പൈസ? നായിന്റെ മോനെ അടിച്ചിട്ട് കണ്ണിയെ നിർമ്മിച്ചോ. ഇന്നോട്ടാണ് പറഞ്ഞ തിങ്കളാഴ്ച തരാനല്ലേ. അതിന്റെ ഇടയ്ക്ക് എന്നോട് പൈസ ചോദിക്കണം കേട്ടോ. ഇനി വലിയ കച്ചവടക്കാരനായി വിടണ്ട. ചവിട്ടിയൊക്കെ നിർത്തിക്കണം കേട്ടോ. ഇന്നത്തെ മാന്യം പറവാ നിൽക്കുന്ന. ഇന്നോട്ടാണ് പറഞ്ഞ് തിങ്കളാഴ്ച തരാൻ. അതിന്റെ ഇടക്കാൻ്റെ പൈസ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ബാക്കി ഉണ്ടാവില്ല കേട്ടോ. അത് വേണ്ടേ. നഞ്ഞു പോലെ ഇവിടെ ഇനി പിന്നെ തുറക്കുന്നതിന്